ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മസനഗുഡിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ റിസോർട്ടിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കാണുന്നുണ്ട്. മാനുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഹൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് വ്യൂ ഈവനിങ് ആകുമ്പോൾ നല്ലോണം കിട്ടുക, കണ്ടോ മാന്. അപ്പോൾ നമ്മുടെ വിൻഡോൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഇനിയും കുറച്ച് ഈവനിങ് ആയ ഒരുപാടെണ്ണം വരുന്ന പറയുന്നത് കേട്ടോ. നോക്ക്, ഇരിക്കുന്നുണ്ട് ഇവിടെ. കൊള്ളാമല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമെല്ലാം കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. നോൺ വെജ്, വെജ്, പിന്നെ ഫിഷ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ നമ്മളിങ്ങനെ കാറെടുത്ത് വെറുതെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ആനിമൽസിനെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കുറച്ച് ദൂരം കഴിഞ്ഞതുപോലും ഇല്ല, ഇതാ ഒരാനേനെ കാണാൻ പറ്റി, കണ്ടോ? അപ്പോൾ അങ്ങനെ വണ്ടി നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂ, കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി, ബാക്കിയുള്ളവരുടെ സേഫ്റ്റി, ആനിമൽസിൻ്റെ കംഫർട്ട് എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും നമ്മൾ തീർച്ചയായിട്ടും. പിന്നെ ദാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബേർഡ്സും ആനിമൽസും എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ വളർത്തുന്നതല്ലാതെ ഉണ്ട്, അതല്ലാതെ പുറത്തുനിന്ന് വരുന്നതും ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ വൈൽഡ് ഗീസ്, ടർക്കീസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇപ്പം ഈ ചൂടുകാലം കുറച്ച് സ്റ്റാർട്ടായതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഗ്രീൻ ഗ്രാസ് ആയിരിക്കും കേട്ടോ. അതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴൊക്കെ ഫുൾ ഗ്രീൻ ഗ്രാസ്സായി നല്ല പച്ചപ്പോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഉണങ്ങി പിടിച്ചിട്ടാണുള്ളത്, പക്ഷേ എന്നാലും ഇങ്ങനെ ആനിമൽസ്, ബേർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ആ ടൈം കുറച്ചും കൂടെ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടോ, ഇതാരാ വന്നത് നോക്കൂ. ഇത് ആപ്പിളൊക്കെ കൊടുക്കുമ്പോൾ ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നതെല്ലാം ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഇവിടെ തന്നെ ഒരു 4-5 കുതിരകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ മേയാൻ വിടും, നമ്മളൊന്നും ചെയ്യുമൊന്നുമില്ല, ഒന്നും പേടിക്കുകയൊന്നും വേണ്ട. നമ്മളുടെ അടുത്തുനിന്ന് വന്ന് നമ്മളെ ഉപദ്രവിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയി ചൊറിയാതിരുന്നാൽ മാത്രം മതി. ഇതാ കണ്ടോ, ഇങ്ങനെ കുറച്ച് സ്നേഹത്തോടൊക്കെ നിന്നാൽ മതി. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ വന്നാൽ പുറത്തെവിടെയും പോകേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ടിൻ്റെ പേരറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിസോർട്ടെന്ന് അടിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കൂ. അപ്പോൾ അങ്ങനെ ആനിമൽസിനെ ഇവിടെ അങ്ങനെ കെട്ടിയിടുന്നോ കാര്യങ്ങളോ ഇല്ല. മേ ബി നൈറ്റാന്ന് തോന്നുന്നു അവർ കെട്ടിയിടാറ്. അല്ലാത്ത ടൈം അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ. അതായത് അവരും എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, വൈറ്റ് കളറിൽ പല പല കളേഴ്സിൽ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെല്ലാം ഞങ്ങൾ പോയി, ഇതിൻ്റെ കൂടെല്ലാം ഉണ്ട്, അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കാണിക്കാം. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഈ പാക്കേജിൻ്റെ കൂടെ ഇതും ഉണ്ട് കേട്ടോ, ഹോഴ്സ് റൈഡ് ഉണ്ട്, പിന്നെ ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അപ്പം മുടങ്ങാതെ കാണുകയാണെങ്കിൽ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇതിൽ ഫുഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതാ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഈ റിസോർട്ടിൽ ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് കേട്ടോ വരുന്നത്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരുപാട് ഡേയ്സ് ഒന്നും സ്റ്റേ ചെയ്യാറില്ല, മാക്സിമം 1 or 2. അതിൻ്റെ എക്സ്പെൻസ് തന്നെ കാരണം 1 ഡേ തന്നെ നല്ലൊരു എമൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും വന്ന് 1 ഡേ ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്നാലും ആ നിൽക്കുന്നതിന് ഒരുപാട് വേർത്താണ് കേട്ടോ എല്ലാ കാര്യത്തിലും.
കാരണം ഇതിലും കുറവ് സൗകര്യങ്ങളുള്ള റിസോർട്ട്സ് നല്ലൊരു എമൗണ്ട് ചാർജ് ചെയ്യുമ്പം ദിസ് ഈസ് റീസണബിൾ ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് ഓൾസോ. ഒരു കാര്യത്തിലും കുറ്റം പറയാനൊന്നുമില്ല. എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായി നടക്കും. ഒരുപാട് കെയർ ടേക്കേഴ്സ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയുകയും ചെയ്യാം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ റിസോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.